എല്ലാവർക്കും കലോത്സവ വേദികളിലേക്ക് സ്വാഗതം. തൃശ്ശൂർ നഗരത്തിലാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു ഒന്നാന്തരം പട്ടാളം തൃശ്ശൂരിൽ ഇറങ്ങിയിട്ടുണ്ട്. പോലീസുകാരല്ലേ? അപ്പൊ വേണ്ടി വന്നാൽ അടി പൊളിച്ചടുക്കുമെന്നുള്ളതാ അല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ വന്നവരാ? പാലക്കാട്. നിങ്ങൾ ആരാണ്? ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങളൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട് മക്കളെ? പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ സാധാരണ ജോലി എന്തൊക്കെയാ? സർവീസ്. ഞങ്ങളൊക്കെ സർവീസ് ചെയ്യുന്നവർ. ഇതൊക്കെ സർവീസാ. സ്കൂളിലെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിൽ വരുന്ന ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അത് നോക്കുന്നുണ്ടല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാ. നിങ്ങൾ റോഡിലിറങ്ങുമോ? ട്രാഫിക് നിയന്ത്രിക്കോ? ബസ് ഡ്യൂട്ടി ഉണ്ടാവും. നമ്മുടെ റാങ്ക് ഏതാ? ഞങ്ങള് സീനിയർ കേഡറ്റ്സ് ആണ്. അപ്പൊ മക്കളെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? നമ്മുടെ SPC എങ്ങനെയുണ്ട്? SPC കൊള്ളാം. അപ്പൊ ഞാൻ ട്രാഫിക് തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ കഴുത്തിന് പിടിക്കുമോ? എന്തോ ചെയ്യും? എടാ മക്കളെ, നിങ്ങളത് കണ്ടില്ലടാ, കുറച്ചു കാലമല്ലേ കണ്ടിട്ട്. ഇങ്ങനെയുണ്ട് റോഡിൽ ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ട്? നിങ്ങൾ ഈ കലോത്സവ വേദിയിൽ എന്തോ ചെയ്യുന്നത്? എന്ത് ഡ്യൂട്ടിയാണോ മോനെ? പറയുന്ന ഡ്യൂട്ടി എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം തറയിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ എല്ലാരും ഹാപ്പി ആണല്ലോ? എല്ലാരും ഹാപ്പി അല്ലേ? നല്ലതുപോലെ ഭക്ഷണം കഴിച്ചോണം. കലോത്സവം കഴിയുമ്പോൾ ഒട്ടി വരിഞ്ഞ് നാശമായെന്ന് ആരും പറയരുത്. നന്നായിട്ട് കേട്ടോ. ഈ കുട്ടികൾക്കുണ്ടല്ലേ ഫോണില്ലാതെ കുട്ടികൾ നടക്കില്ല. ഇവരുടെ കയ്യിലൊന്നും ഫോണില്ല അല്ലേ? അങ്ങനെയാണോ നിങ്ങളുടെ? ഈ യൂണിഫോമിൽ കയറിയാ പിന്നെ ഡ്യൂട്ടിയിലായ ഫോണില്ല. ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഡ്യൂട്ടിയിലാണ്, എപ്പോഴും സർവീസിലാണ്. ഓക്കെ, അപ്പൊ ജനങ്ങളെ നോക്കിക്കോണം. ഭാവിയിൽ പോലീസ് ആവാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. പോലീസ് ആവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഡിസിപ്ലിൻ മാത്രമല്ല, ചലോ കലവറിലേക്ക് നീങ്ങുക, ഭക്ഷണം കഴിക്കുക. മക്കളെ SPC നല്ല എനർജി ഉണ്ട്. നിങ്ങൾക്കെല്ലാം നല്ല എനർജി ഉണ്ട്. ഇനി നമ്മൾ വണ്ടി വിടട്ടോ? കുഴപ്പമില്ലല്ലോ. നിന്റെ ഇവിടെ ഒരു സെൽഫി എടുക്കേണ്ടതാ. ഞാൻ കയ്യില് മൊബൈലിലാവും. ഒരു മിനിറ്റ്, നിങ്ങളുടെ ഒരു പാട്ടുണ്ടോ? നിങ്ങളുടെ ഒരു സ്വാഗതഗാനം എന്തെങ്കിലും ഉണ്ടോ? പാട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ? സ്വാഗതഗാനോ എന്തെങ്കിലും ഒരു തീം സോങ് ഉണ്ടോ? സ്വാഗതഗാനം നിങ്ങൾക്കൊരു സ്വാഗതം ഉണ്ടോ? ഞങ്ങൾ ടീച്ചേഴ്സാ. ഞാൻ ടീച്ചേഴ്സ് ആണെന്ന് സംശയിച്ചു കേട്ടോ. കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇപ്പൊ ഏതാണ്ട് ഒരേ പ്രായമല്ലേ അല്ലേ? അപ്പൊ എവിടുന്ന് വന്നു? പാലക്കാട്. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ ഭക്ഷണം കഴിച്ചോ? കഴിക്കണ്ടേ? നമുക്ക് ഒന്നിച്ച് കഴിച്ചാലോ? ശരി, ഓക്കെ, റെഡി. മക്കളെ പടം എടുത്തോടാ. മക്കളെ എടുത്തോ. എടാ ബാബുറുമായിട്ടൊരു അവസരം ഇത്. ഞങ്ങൾ ആദ്യം കാണുവേണ്ട മോനെ. എന്തുട്ടാ നീ നോക്കുന്ന? പടം എടുക്കണ ഷവി. ഓക്കെ റെഡി. ഇത് ചുകാരി പറയുന്നത് കേട്ടോ. റെഡി. അപ്പൊ നമുക്ക് പോവാം. പാട്ടുണ്ടോ? അപ്പൊ ഒരു ഗായകൻ നമ്മുടെ കൂടെ ഉണ്ട്, പ്രജിൻ. അറിയില്ല. പാടിക്കോ. പാട്ടുകാര് റെഡിയല്ലേ? പാട്ടോടെ പാടിക്കോ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ കുതിരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ വെമ്പും സ്വപ്നങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ കുതിരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ വെമ്പും സ്വപ്നങ്ങൾ. അടിപൊളിയായി. ഇടയ്ക്ക് പവർ ഒന്ന് കുറയുന്നു എന്ന് സംശയം വന്നപ്പോ ഞാൻ പവർ അല്ലേ? SPCക്ക് പവറുണ്ട്. പവർഡ് ബൈ 24. അപ്പൊ സൂരജ്
സാറേ കാര്യങ്ങൾ ഉഷാറായിട്ട് പോകുന്നു. നമ്മുടെ ഒരു ദഫുമുട്ട് ടീമുണ്ട്, അവരും കൂടി കയറാം. അപ്പൊ നമുക്കൊരു മക്കളെ ഏത് സ്കൂളിലാണ് എന്താ മോന്റെ പേര്? ഗംഭീരമായി കേട്ടോ, നിങ്ങളുടെ ഡെമൂട്ട് ഗംഭീരമായി. ഇവർക്ക് ചില കാര്യങ്ങൾ കൂടി ബോധിപ്പിക്കാനുണ്ടെന്ന് പറയുന്നു. നമുക്കത് ട്രെയിനറൊക്കെ ഉണ്ട്. വരൂ മക്കളെ, വാ എല്ലാരും വാ. അപ്പൊ എന്താടാ മക്കളെ, എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? സ്കൂളാണ് വരുന്നത്. ഇപ്രാവശ്യം കളിച്ച അറബനമുട്ടില് ഫസ്റ്റ് കിട്ടിയ ടീമിനേക്കാളും 2 മാർക്ക് ജില്ലാ കലോത്സവത്തിൽ കൂടുതലായിരുന്നു. ഞങ്ങൾ കോട്ടപ്പില് വഴി വന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മാർക്ക് ലിസ്റ്റിന്റെ വിവരമൊക്കെ അറിഞ്ഞത്. ജഡ്ജസ്മാർ കളിച്ച കളിയിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റ് സംഭവിച്ചത്. അപ്പൊ മത്സരത്തിൽ ചെറിയ പരാതി ഉണ്ടെന്നോ? മത്സരത്തിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഞങ്ങള് കോടതി ഞങ്ങള് അപ്പീൽ, അതായത് ഞങ്ങള് ജഡ്ജ്മെന്റ് സ്കൂൾ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ അറബനമുട്ട് മത്സരത്തിൽ ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഓരോ ശ്രുതി അങ്ങനെ 6 കോളുണ്ട്. അതിൽ നിന്ന് ടോട്ടൽ കൂട്ടിയിട്ട് ഒരു മാർക്ക് ഇടും. 6 മാർക്ക് ഇടുന്നതിൽ വ്യത്യാസം വന്നു ഫസ്റ്റും സെക്കൻഡും തേർഡ് ടീമിൽ. അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ ഫോർത്ത് സ്ഥാനത്തേക്ക് ഞങ്ങൾ പിന്തള്ളപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കോടതിയെ സമീപിച്ച് നോക്കുമ്പോൾ മത്സരിച്ചു. ആവശ്യം എന്താ വെച്ചാൽ ഞങ്ങൾ ജില്ലയിൽ ഓൾറെഡി ഇവിടെ ഫസ്റ്റ് കിട്ടി വന്നാണ്ട് ഇവിടെ മത്സരിച്ച ടീമിനേക്കാളും ഞങ്ങൾ പോയിന്റ് ജില്ലയിലും നേടിയിട്ടുണ്ട്. പക്ഷെ അത് അവർ ജഡ്ജ്മെന്റ് കൂട്ടിയെടുത്തുള്ള പാകപ്പൈവാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല. അത് ഇവിടെ മത്സരിച്ചപ്പോ അപ്പൊ ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഞങ്ങള് ആവശ്യം. അത് ഞങ്ങൾ ജില്ലയിൽ അവരെ മറികടന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തോ പാകപ്പൈവാണ് ഞങ്ങൾക്ക് ആ മാർക്ക് നമുക്കൊന്നുകൂടെ അന്വേഷിച്ചിട്ട് പറയാം. പക്ഷെ അത് 10 മാർക്ക് കൂട്ടിയെടുത്താണ് ഈ ടീമിനാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 83 വരുന്നത്. 35, 60, 80, 80. ഇത് കോർലെറ്റർ ആണ്. അല്ല 93 13, 33, 53, 33, 32, 48, 68, 73, 83. പക്ഷെ 35, 40, 50, 70, 83 ഉള്ളല്ലോ. അപ്പൊ നിങ്ങളത് പറയണം. അത് കൂട്ടുമ്പോ 93 കാണിക്കുന്നു, പക്ഷെ 80 ഉള്ളൂ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അല്ല ഓക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അപ്പൊ പ്രജി, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇടവേള എടുക്കണം, ഒരു ബ്രേക്ക് വേണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാലോ, ഒരു ഇടവേള പോകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വിശ്രമിക്കാമല്ലോ. വിശ്രമമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്രമമൊന്നുമില്ല. നമ്മൾ കലോത്സവ വേദിയിൽ തൃശ്ശൂരിലേക്കാണ്, തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറാൻ പോവുകയാണ്. ജാഗ്രത. ബ്രേക്ക് പറഞ്ഞാലോ? തൃശ്ശൂർ ഇതില് എന്ത് ഡ്രസ് ചെയ്യുന്നത്? നമ്മള് തൃശ്ശൂർ വന്നു കഴിഞ്ഞാലേ ഇടവേളയൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഗഡികൾക്ക് സഹിക്കുക. ഷോർട്ട് ബ്രേക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേഗം ഇങ്ങോട്ട് തിരിച്ചു വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.